everyone, welcome back to my channel Learning Stream. അപ്പോൾ നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 3rd സെമ്മിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. കൂടാതെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും കേട്ടോ. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ വേഗം കവർ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളൊന്നും നമുക്ക് വേഗം ഓടിച്ചു നോക്കി ഒരു 3-4 ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് എല്ലാ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ചില കുട്ടികളുടെ കയ്യിൽ മൊഡ്യൂൾ വൈസ് ടെക്സ്റ്റ് ആയിരിക്കും, ചില കുട്ടികളുടെ കയ്യിൽ ചാപ്റ്റർ വൈസ് ടെക്സ്റ്റ് ആയിരിക്കും. മൊഡ്യൂൾ വൈസ് ആണെങ്കിൽ അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ബോണസ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂ, ബൈ ബാക്ക്, ഇതൊക്കെ ഒരു മൊഡ്യൂളിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ചാപ്റ്റർ വൈസ് ടെക്സ്റ്റിലാണെങ്കിൽ ഇതൊക്കെ പല പല ചാപ്റ്റർ, അതായത് ഓരോ ഡിഫറെൻറ്റ് ചാപ്റ്ററുകളായിട്ടും കൊടുത്തിട്ടുണ്ടാവാം. ഏത് ടെക്സ്റ്റ് ആയാലും കുഴപ്പമില്ല, 2 മൊഡ്യൂൾ വൈസ് ടെക്സ്റ്റിലായാലും ഈ പറയുന്ന ചാപ്റ്റർ ആയിട്ടുള്ള ടെക്സ്റ്റിലായാലും ഒക്കെ എല്ലാം ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ടോ കൺഫ്യൂഷനോ ഒന്നും വേണ്ട. ഏത് ടെക്സ്റ്റ് ആയാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോർഷൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നോക്കാം. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ ആദ്യം പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ, ഒരു കമ്പനിക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ കമ്പനി പുറമെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ കടം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ച് ആ കടം വാങ്ങിച്ചവർക്ക് തിരിച്ചു കൊടുക്കുന്നതിന്, റീപേ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി തിരിച്ച് ആ കടം റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്ചാർജിങ് ഓഫ് ദ ലൈബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിലെ എല്ലാ ലൈബിലിറ്റിയും നമ്മൾ കമ്പനി കൊടുത്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് പാറിലും റിഡീം ചെയ്യാം, പ്രീമിയത്തിലും റിഡീം ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ കമ്പനിക്ക് പാറിലും റിഡീം ചെയ്യാം, പ്രീമിയത്തിലും റിഡീം ചെയ്യാമെന്ന് പറഞ്ഞു. എന്താണ് പാറിൽ റിഡീം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കമ്പനി കടം വാങ്ങുന്നതിനെ പറയുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, കടം വാങ്ങുന്നതിന് ഇഷ്യൂ എന്നും പറയും, തിരിച്ചത് റീപേ ചെയ്യുന്നതിന് റിഡംഷൻ എന്നും പറയും. അപ്പോൾ കമ്പനി 10 രൂപ കടം വാങ്ങി തിരിച്ച് അടയ്ക്കുന്ന സമയത്ത് 10 രൂപ തന്നെ അടയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് റിഡീംഡ് അറ്റ് പാർ എന്ന് പറയാം. ഇനി 10 രൂപ കമ്പനി ഇഷ്യൂ ചെയ്തു, അതായത് കടം വാങ്ങി തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഒരു 1 രൂപ അല്ലെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ നമ്മുടെ ആ എമൗണ്ടിനെക്കാട്ടും കൂടുതൽ കുറച്ച് എമൗണ്ടും കൂടി കൂട്ടിയിട്ട് കമ്പനി തിരിച്ച് കടം വീട്ടുന്നതിന്, അതായത് റീപേ ചെയ്യുന്നതിനെയാണ് റിഡീംഡ് അറ്റ് പ്രീമിയം എന്ന് പറയാം. അതായത് 10 രൂപയുടെ ഒപ്പം ഒരു 2 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം കൂടിയും കൂട്ടി, അല്ലെങ്കിൽ ഒരു 3 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം കൂടിയും കൂട്ടിയിട്ട് തിരിച്ച് റീപേ ചെയ്യുന്നു. അതിനെയാണ് റിഡീംഡ് അറ്റ് പ്രീമിയം എന്ന് പറയാം. അപ്പോൾ റിഡീം ചെയ്യുന്ന സമയത്ത് പാറിലും റിഡീം ചെയ്യാം, പ്രീമിയത്തിലും റിഡീം ചെയ്യാം. പക്ഷെ ഒരിക്കലും കമ്പനിക്ക് ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യാൻ പറ്റില്ല. അതായത് 10 രൂപ കമ്പനി ഇഷ്യൂ ചെയ്തു, അതായത് കടം വാങ്ങി തിരിച്ച് 9 രൂപ കൊടുക്കുക, 1 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 9 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 8 രൂപ കൊടുക്കുക, അങ്ങനെയൊന്നും പറ്റില്ല. നമ്മൾ കടം വാങ്ങിയവർക്ക് ഒന്നെങ്കിൽ കറക്റ്റ് എമൗണ്ട്, അതായത് പാർ എമൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട്, പ്രീമിയം എമൗണ്ടും കൂടിയും കൂട്ടി കൂടുതൽ എമൗണ്ട് കൊടുക്കണം. അല്ലാതെ ഒരിക്കലും റിഡീം ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു പോയിന്റും എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്നും ആ ഭാഗത്ത് നോക്കുക. ഇനി അടുത്തത് അതിൽ പഠിക്കേണ്ടത് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്ന സോഴ്സസുകൾ, ഏതൊക്കെ സോഴ്സസ് ഉപയോഗിച്ച് നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ നടത്താം. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് നോക്കി പോകണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് നമുക്ക് പഴയ കടം റീപേ ചെയ്യാം, തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഫ്രഷ് ഇഷ്യൂ ചെയ്യാം, അതായത് ഇഷ്യൂ നടത്താം. ബൈ യൂട്ടിലൈസേഷൻ ഓഫ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ, കമ്പനിയുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്താം. ബൈ യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, അതായത് കമ്പനിയുടെ കയ്യിൽ എന്തെങ്കിലും അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഇരിക്കുന്നെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് റിഡംഷൻ നടത്താം. ബൈ കൺവേർഷൻ ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ഷെയർസിലേക്ക് അല്ലെങ്കിൽ ഡിബഞ്ചറിലേക്ക് കൺവേർഷൻ നടത്തിക്കൊണ്ട് റിഡംഷൻ നടത്താം.
ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. കമ്പനിയുടെ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുക, വിറ്റുകൊണ്ട് കമ്പനിക്ക് റിഡംഷൻ നടത്താം. ആ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കമ്പനിക്ക് റിഡംഷൻ നടത്താം. ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പുതിയ ഡിബഞ്ചർ, അതായത് അവരുടെ ഡിബഞ്ചറുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്താം. അപ്പോൾ ഇതൊക്കെയാണ് സോഴ്സസിൽ വരുന്നത്. പിന്നെ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ മെത്തേഡ്സിൽ റിഡീം ചെയ്യാം, മെത്തേഡ്സ് ഓഫ് റിഡീമിങ് ഡിബഞ്ചർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആ മെത്തേഡ്സ് ഒന്ന് ജസ്റ്റ് നോക്കി പോവാം കേട്ടോ. പിന്നെ അതിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്താണ്? 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ? വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ഓർ സോഴ്സസ് ഓഫ് ദി കമ്പനി, ഇറ്റ് ഈസ് നോൺ ആസ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് കമ്പനിയുടെ കറണ്ട് അസറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും സോഴ്സസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ആ ഒരു പോർഷൻ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ DRR അക്കൗണ്ട്, അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്താണെന്നുണ്ട്. അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ, അതൊന്നും നിങ്ങൾ നോക്കി പോവാട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും വിടാതെ എല്ലാ ഭാഗങ്ങളും ജേണൽ എൻട്രീസൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കി പോവുക. ഞാൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൊഡ്യൂൾ 1 അതായത് ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, ഇതിൻ്റെയൊക്കെ ആ ഒരു ചാപ്റ്ററുകളുണ്ടല്ലോ, അതൊക്കെ വളരെ ലെങ്ത് ചാപ്റ്റർ ആണെങ്കിലും അത്രയ്ക്ക് മാർക്കൊന്നും എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോർഷൻസൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുകൾ. അപ്പോൾ നമ്മൾ ആ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഡിബഞ്ചറിൽ നോക്കേണ്ട പോർഷൻ എന്താണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ, എന്താണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ അതും നിങ്ങൾ എന്തായാലും നോക്കി പോകണം. എന്താണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നും എന്താണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്നും. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ്. കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ഫ്രം പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. ശരിക്കും നമുക്കൊരു എക്സാമ്പിൾ വെച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. പക്ഷേ എക്സാമ്പിളൊക്കെ വെച്ച് നമ്മൾ പറയാൻ പോയാൽ അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാനത് എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മൾ പ്രീവിയസ് ഡേറ്റിൽ നമ്മൾ കമ്പനി ഏറ്റവും അവസാനം ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുത്ത ആ ഡേറ്റ് തൊട്ട്, പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തൊട്ട് പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കം ഇൻട്രസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസിൻ്റെ ഒപ്പം പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് കൊടുത്ത ആ ഡേറ്റ് തൊട്ട് പർച്ചേസ് ചെയ്ത ആ ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയാം. ഇതിൽ കോസ്റ്റ് ഓഫ് ഓൺ അതിലൊരു ഇക്വേഷൻ വരുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. അതായത് ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കാണാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്ത പ്രൈസ് നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കിട്ടും. ഇനി എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ്സ് ദ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പയർഡ് പീരീഡ് ഇറ്റ് ഈസ് കോൾഡ് എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ പർച്ചേസ് പ്രൈസിൻ്റെ ഒപ്പം പ്രീവിയസ് ഇയർ തൊട്ട് പർച്ചേസ് ചെയ്ത ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അത് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആവുന്നത്. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പർച്ചേസ് പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറയാം. ഇനി അതിൻ്റെ കേസിലെ ഇക്വേഷൻ നോക്കുക, കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രൈസാണോ പേ ചെയ്തത് അതാണ് ഡിബഞ്ചറിൻ്റെ കോസ്റ്റ്. മറ്റേതിലാവുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ അടച്ച പേയ്മെൻറ്റ് നടത്തിയ പ്രൈസിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കിട്ടുക. ഇതിലെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചർ ഇസ് ഈക്വൽ ടു പ്രൈസ് പെയ്ഡ്. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറിൻ്റെ ആ ഭാഗത്ത് ഈ പറയുന്ന കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ്, അതായത് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് നോക്കി പോവുക. അത്രയാണ് നമുക്ക് ഡിബഞ്ചറിൻ്റെ ആ ഒരു ചാപ്റ്ററിലുള്ളൂ. അടുത്ത ചാപ്റ്റർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒന്നെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇതിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ. റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തിരിച്ച് ക്യാപിറ്റൽ റീപേ ചെയ്യുക, റീപേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയാം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ തിരിച്ച് റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചു വയ്ക്കാം കേട്ടോ. ദെൻ അതിലടുത്ത പോർഷൻ വരുന്നത് സോഴ്സസ് ഓഫ് റിഡംഷൻ. അതായത് ഈ പ്രിഫറൻസ് ഷെയർ റിഡംഷൻ നടത്താനുള്ള സോഴ്സസുകൾ അത് 3 വരുന്നുണ്ട്. ആ 3 എന്താണെന്നായിരിക്കും ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ വരിക 5 മാർക്കിന്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൻ്റെ പ്രോബ്ലംസും ചിലപ്പോൾ വരും. ഇത് ഒന്നെങ്കിൽ തിയറി വരാം അല്ലെങ്കിൽ പ്രോബ്ലം വരാം. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണത്. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സോഴ്സ് നോക്കാം, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ എന്താണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ കമ്പനി ഇഷ്യൂസ് ന്യൂ ഷെയർസ്, അതായത് കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ആവാം പ്രിഫറൻസ് ഷെയർ ആവാം. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പഴയ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതിൻ്റെ ജേണൽ എൻട്രീസും കാര്യങ്ങളും ചിലപ്പോൾ എന്താണെന്ന് ഈ 3 സോഴ്സുകളും എന്താണെന്ന് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക 5 മാർക്കിൻ്റെ, അല്ലെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ജേണൽ എൻട്രീസ് ആയിരിക്കും 5 മാർക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്താ നോക്കാം. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ് ഔട്ട് ഓഫ് ദി ഡിവിസിബിൾ പ്രോഫിറ്റ്. അതായത് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നത് കമ്പനിയുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ അതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരാമെന്നുണ്ടെങ്കിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ഇൻഷുറൻസ് ഫണ്ട്, ഫ്ലക്ച്വേഷൻ റിസർവ്, ഇക്വലൈസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പനി റിഡംഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൻ്റെ കേസിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് ലൈൻ നോക്കാം. ഇൻ ദ കേസ് ഓഫ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ്, so redeemed should be transferred from divisible profit to capital redemption reserve account. അതായത് നമ്മൾ ഈ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് റിഡംഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടിൻ്റെ ഈക്വൽ ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എമൗണ്ട് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതായത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്താണ് CRR അക്കൗണ്ട് എന്നും നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ റിഡീം ചെയ്ത എമൗണ്ടിൻ്റെ അതേ ഈക്വൽ ആയിട്ടുള്ള ഒരു ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ അതേ ഈക്വൽ എമൗണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ഒരു പോയിൻ്റ് ആ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 3ാമത്തെ സോഴ്സാണ് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ കമ്പനി 5 ലക്ഷം രൂപ തിരിച്ച് റീപേയ്മെൻറ്റ്, അതായത് റിഡംഷൻ നടത്താനുണ്ടെങ്കിൽ അതിൽ 2.5 ലക്ഷം രൂപ കമ്പനി ഫ്രഷ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, അതായത് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടും ബാക്കി പകുതി പ്രോഫിറ്റ്, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മെത്തേഡുകളും ഈ 3 സോഴ്സസുകളും എന്താണെന്നും പഠിക്കുക, അതിൻ്റെ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. പിന്നെ CRR അക്കൗണ്ട് എന്താണെന്നും പഠിക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ്റെ ആ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി പോവാം കേട്ടോ. ദെൻ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് ബോണസ് ഷെയർസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ബോണസ് ഷെയർസ് എന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. എ കമ്പനി ഷാൾ ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ആനുവൽ പ്രോഫിറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. അതായത് കമ്പനിയുടെ കയ്യിലുള്ള ആ പ്രോഫിറ്റ്, കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു പോയിന്റ് മനസ്സിൽ വെക്കണം. ഇനി എന്താണ് ബോണസ് ഷെയർസ് നോക്കാം. അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ് ദ കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ് ഇൻ ക്യാഷ്. അതായത് അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ്, ചില സാഹചര്യങ്ങൾ കൊണ്ട് ദ കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിക്ക് ആ കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ്
ഡിവിഡൻഡ് ഇൻ ക്യാഷ്. അതായത് കമ്പനി ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ചില സർക്കംസ്റ്റാൻസസ്, ചില സാഹചര്യങ്ങൾ കൊണ്ട് കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ദിസ് ഷെയർസ് ആർ നോൺ ആസ് ബോണസ് ഷെയർസ്. ആ ഷെയർസിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അതായത് പൈസയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ബോണസ് ഷെയർസ് എന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൽ പഠിക്കേണ്ട അടുത്തൊരു പോർഷൻ സർക്കംസ്റ്റാൻസസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കുക. അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ പോയിന്റ്, വെൻ ദ കമ്പനി വിഷസ് ടു ക്യാപിറ്റലൈസ് ഇറ്റ്സ് ഹ്യൂജ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ റിസർവ് ബിൽഡ്. അതായത് കമ്പനിയുടെ കയ്യിലുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ റിസർവുകളൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, വെൻ ദ കമ്പനി ഹാസ് നോട്ട് സഫിഷ്യൻറ്റ് ക്യാഷ് റിസർവ് ഇറ്റ് ഇഷ്യൂ ബോണസ് ഷെയർസ് വിത്തൗട്ട് അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് കമ്പനിയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ക്യാഷ് റിസർവ് ഇല്ലെങ്കിൽ കമ്പനി വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, വെൻ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓഫ് എ കമ്പനി എക്സീഡ്സ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഇത് കമ്പനിയുടെ ക്യാപിറ്റലിനെക്കാട്ടും കൂടുതൽ കമ്പനിയുടെ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. ആ ഡിഫറൻസ് കമ്പനി ക്യാപിറ്റലൈസ് ചെയ്യുന്നത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാകും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ദ കമ്പനി മേ ക്യാപിറ്റലൈസ് ഇറ്റ്സ് റിസർവ് ഓർ പ്രോഫിറ്റ് by issuing bonus shares with a view to avoid problems such as demand by the workers for higher wages etc. അത് കമ്പനിയിലെ വർക്കേഴ്സ് കൂടുതൽ പൈസ വേണം എന്ന് അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറയാതിരിക്കാനും അങ്ങനെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, വെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫാർ എക്സീഡ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ ഷെയർസ്. അതായത് ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂവിനെക്കാട്ടും കൂടുതൽ ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നു കഴിഞ്ഞാലും കമ്പനി മേ ഇഷ്യൂ ബോണസ് ഷെയർസ്. ആ ഒരു കേസിലും കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ 5 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കംസ്റ്റാൻസസ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ സെബി ഗൈഡ് ലൈൻസ്, ഒന്നെങ്കിൽ സർക്കംസ്റ്റാൻസസ് വരാം അല്ലെങ്കിൽ സെബി ഗൈഡ് ലൈൻസ് വരാം. ഈ 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് വരാം. ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. സെബി ഗൈഡ് ലൈൻസിൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആഫ്റ്റർ എനി പബ്ലിക് or right to issue is subject to the condition that no bonus issue shall be made which will dilute the value of the right of the holders of debentures convertible fully or partly. ഇത് പബ്ലിക് ഇഷ്യൂവിന് ശേഷം അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂവിന് ശേഷം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഓഫ് റൈറ്റിനെ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഓഫ് റൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലൊന്നും ആകരുത് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ സെബി ഗൈഡ് ലൈൻ. അതായത് പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂവിന് ശേഷമാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഓഫ് റൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതാകാനായിട്ട് പാടില്ല. രണ്ടാമത്തെ പോയിന്റ്, റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. അതായത് ഫിക്സഡ് അസറ്റ് റിവാലുവേഷൻ നടത്തിയിട്ട് കിട്ടുന്ന റിസർവുകൾ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് പാടില്ല. മൂന്നാമത്തെ പോയിന്റ്, ദ കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഇറ്റ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കമ്പനി ഒരിക്കലും ഡിഫോൾട്ട് കാണിക്കാനായിട്ട് പാടില്ല. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള പേയ്മെൻറ്റിലൊന്നും കമ്പനി യാതൊരു വക ഡിഫോൾട്ടോ കാര്യങ്ങളോ കാണിക്കാനായിട്ട് പാടില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഓഫ് ദി എംപ്ലോയീസ് സച്ച് ആസ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ് എക്സെട്ര. അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസുകൾ, അതായത് എംപ്ലോയീസിന് കൊടുക്കുന്ന ചില പേയ്മെൻറ്റുകളുണ്ട്.
ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ് ഇങ്ങനെയുള്ള പേയ്മെൻറ്റിലൊന്നും കമ്പനി ഡിഫോൾട്ട് വരുത്താനായിട്ട് പാടില്ല. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, എ കമ്പനി വിച്ച് അനൗൺസസ് ഇറ്റ്സ് ബോണസ് ഇഷ്യൂ ആഫ്റ്റർ ദി അപ്രൂവൽ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ട് കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യാൻ പോവുക എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ആ അപ്രൂവൽ കിട്ടി 6 മാസത്തിനുള്ളിലെങ്കിലും കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അതാണ് അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ പോയിന്റ്, ദ ബോണസ് ഷെയർ ഷോൾ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലിeu ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻറ്റിന് പകരമായിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ആറാമത്തെ പോയിന്റ്. ദെൻ ഏഴാമത്തെ പോയിന്റ്, വൺസ് ദ ഡിസിഷൻ ടു മേക്ക് എ ബോണസ് ഇഷ്യൂ ഈസ് അനൗൺസ് ദ ഇഷ്യൂ കനോട്ട് ബി വിഡ്രോൺ. അതായത് ഒരിക്കൽ ബോണസ് ഇഷ്യൂ നടത്താൻ പോവാന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇഷ്യൂ കനോട്ട് ബി വിഡ്രോൺ. പിന്നീട് ആ ഇഷ്യൂ നമ്മൾ വിഡ്രോൺ പിൻവലിക്കാനായിട്ട് പാടില്ല. അതാണ് ഏഴാമത്തെ പോയിന്റ്. ദെൻ എട്ടാമത്തെ പോയിന്റ്, ഇഫ് ദ സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എക്സീഡ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആസ് എ റിസൾട്ട് ഓഫ് ബോണസ് ഇഷ്യൂ. അതായത് ബോണസ് ഇഷ്യൂ നടത്തുന്നത് കൊണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ then a resolution should be passed by the company its general body meeting for increasing authorized capital. അതായത് ബോണസ് ഇഷ്യൂ നടത്തുന്നത് കൊണ്ട് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും ഓതറൈസ്ഡ് ക്യാപിറ്റലിനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ പിന്നെ കമ്പനി അപ്പം തന്നെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എട്ടാമത്തെ പോയിന്റ്. ഈ 8 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ അതിൽ നോക്കേണ്ടത് റവന്യൂ റിസർവുകൾ എന്തൊക്കെയാണ്, ക്യാപിറ്റൽ റിസർവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം കേട്ടോ. ദെൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അതിലത്തൊന്ന് നോക്കി പോവാം. അത് കഴിഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ അടുത്തത് വരുന്നത് അതിൽ എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. Stock split is the process of reducing the face value of the shares or stock of a company by dividing one share into 2 or more parts. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് വാല്യൂ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറിനെ നമ്മൾ 2 അതിൽ കൂടുതലോ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫേസ് വാല്യൂ ഷെയറിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂവിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ബോണസ് ഷെയറിൻ്റെ ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് റൈറ്റ് ഷെയർസ് ഓർ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ നോക്കാം. അതിലാദ്യം എന്താണ് റൈറ്റ് ഷെയർസ് എന്ന് പഠിക്കണം. അപ്പോൾ എന്താണ് റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് നോക്കുക. അക്കോർഡിംഗ് ടു സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, when the company wants to increase the subscribed capital by issue of further shares, അതായത് കമ്പനിയുടെ കയ്യിലുള്ള ഫർദർ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ കയ്യിലുള്ള ഫർദർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. സച്ച് ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫസ്റ്റ് ഓഫ് ഓൾ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. അതായത് കമ്പനിയിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവർ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊപ്പോർഷൻ്റെ ബേസിസിൽ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൈറ്റ് ഷെയർ ഓർ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൽ പഠിക്കേണ്ടത് വാല്യൂ ഓഫ് റൈറ്റ്. അതായത് വാല്യൂ ഓഫ് റൈറ്റ് കാണാനായിട്ട് 1-2 ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷനും അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കി വെക്കുക. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ്. ബോണസ് ഷെയർസും റൈറ്റ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ബോണസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും, ഫ്രീ ആയിട്ടായിരിക്കും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. റൈറ്റ് ഷെയർസ് ആർ ഇഷ്യൂഡ് എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ്. റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ 100 രൂപയുടെ ഷെയർ 90 രൂപയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് കുറച്ച് കൊടുത്തുകൊണ്ടാണ് റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യുക.
രണ്ടാമത്തെ ബോണസ് ഷെയർസ് ആർ ഓൾവേസ് ഫുള്ളി പെയ്ഡ്. അതായത് ഫ്രീ ആയിട്ട് നമ്മുടെ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ പകുതി ഞാൻ പേ ചെയ്യാം, പകുതി നീ പേ ചെയ്തോ, അങ്ങനെ പറ്റില്ല. ആ ഷെയറും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിരിക്കും ബോണസ് ഷെയർസ്. ഓക്കെ, റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഫുള്ളി പെയ്ഡ് ഓർ പാർട്ട്ലി പെയ്ഡ്. റൈറ്റ് ഷെയർസ് ചിലപ്പോൾ ഫുള്ളി പെയ്ഡും ആവാം, ചിലപ്പോൾ പാർട്ട്ലി പെയ്ഡും ആവാം. മൂന്നാമത്തെ പോയിന്റ്, ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ബോണസ് ഷെയർസിൻ്റെ കേസിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമുണ്ട്. നാലാമത്തെ പോയിന്റ്, ബോണസ് ഇഷ്യൂ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ്. ബോണസ് ഇഷ്യൂ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്തതായിരിക്കും. റൈറ്റ് ഇഷ്യൂ സ്പെസിഫിക് പ്രൊവിഷൻസ് ഇൻ ദ ആർട്ടിക്കിൾസ് ഈസ് നോട്ട് റിക്വയർഡ്. റൈറ്റ് ഇഷ്യൂയുടെ കേസിൽ പ്രത്യേക പ്രൊവിഷനുകളോ ആർട്ടിക്കിൾസോ ഒന്നും ആവശ്യമില്ല. അഞ്ചാമത്തെ പോയിന്റ്, ബോണസ് ഇഷ്യൂ ഇൻക്രീസസ് ഷെയർ ക്യാപിറ്റൽ ബട്ട് റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻക്രീസ് ഇൻ ക്യാഷ്. ബോണസ് ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും വിത്തൗട്ട് ഇൻക്രീസ് ഇൻ ക്യാഷ്. ക്യാഷിൽ ഒരു ചേഞ്ചസും ഇല്ലാതെ ബോണസ് ഇഷ്യൂ എന്ത് ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. റൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും വിത്ത് സൈമിൾട്ടേനിയസ് ഇൻക്രീസ് ഇൻ ക്യാഷ്. അതായത് ക്യാഷും ഷെയർ ക്യാപിറ്റലും ഒരേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാണ് റൈറ്റ് ഇഷ്യൂവിൽ ചെയ്യുന്നത്. പക്ഷേ ബോണസ് ഇഷ്യൂവിൽ ക്യാഷിൽ ഒരു ചേഞ്ചസും വരാതെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യും. Then ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ സെക്ഷൻ 63 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. ബോണസ് ഷെയർ റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 63 പ്രകാരമാണ്. പക്ഷേ റൈറ്റ് ഷെയർസ് റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 62 പ്രകാരമാണ്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് വളരെ ഡിഫറൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നോക്കുക. പിന്നെ അതിലുള്ള ബാക്കിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസിൽ എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് നോക്കാം. ബൈബാക്ക് ഓഫ് ഷെയർസ് സിംപ്ലി മീൻസ് ബൈയിങ് ഓഫ് ഓൺ ഷെയർസ്. അതായത് കമ്പനി മുമ്പ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ കമ്പനി തിരിച്ച് പർച്ചേസ് ചെയ്യുക, ബൈ ചെയ്യുന്നതിനെയാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ബൈബാക്ക് ഓഫ് ഷെയർസിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ, പ്രോബ്ലം ക്വസ്റ്റ്യൻസ്, ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. പിന്നെ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഒരു 2-3 കൊല്ലമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഒരു വട്ടമൊക്കെ വരും. അതുകൊണ്ട് ആ ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൻ്റെ ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 1. മൊഡ്യൂൾ 1 5 ചാപ്റ്ററുകൾ പറഞ്ഞു. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ബൈ ബാക്ക്, ബോണസ് ഷെയർസ്, റൈറ്റ് ഇഷ്യൂ, ഇങ്ങനെ 5 ചാപ്റ്റർ നമ്മൾ ഇന്ന് അവസാനിപ്പിച്ചു. ബാക്കി ഇനിയൊരു 3 ക്ലാസ്സോട് കൂടിയിട്ടെങ്കിലും നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫുള്ള് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.